ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. +1 ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ആണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡയമെൻഷൻ അനാലിസിസിന്റെ ആപ്ലിക്കേഷനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. ഏതാണ്? ചെക്കിംഗ് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ, അല്ലേ? ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന്, ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ആരെങ്കിലും കാണാത്തത് കാണുക കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് അത്. ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ നോക്കാം കേട്ടോ. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്താണ്? ഡെഡ്യൂസിങ് ദ റിലേഷൻ എമംഗ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച് നമുക്ക് ലെന്ത്, മാസ്, ടൈം ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം യൂസിങ് ഡയമെൻഷൻസ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ പലതരത്തിൽ ക്വസ്റ്റ്യൻ കാണും. ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. അങ്ങനെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ യൂസിങ് ഡയമെൻഷൻ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുക കേട്ടോ. അല്ലാതെ നമുക്ക് വരും ചാപ്റ്റേഴ്സുകളിലൊക്കെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാനുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. യൂസിങ് ഡയമെൻഷൻ അനാലിസിസ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താ നോക്കാം? ഡെഡ്യൂസിങ് റിലേഷൻ എമംഗ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അപ്പോൾ നമുക്ക് നോക്കാം. ഡെഡ്യൂസിങ് റിലേഷൻ എമംഗ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. നമുക്കൊരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഡയമെൻഷനലി ഡിറൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് ഒരു 3 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എങ്കിലും ഉണ്ടായിരിക്കണം. അതായത് ഇപ്പം എന്തെങ്കിലും ഒരു ഇക്വേഷൻ ആയിക്കോട്ടെ. ഇപ്പം എനർജിയുടെ ഇക്വേഷൻ E=12 mv², നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 3 ഫിസിക്കൽ ക്വാണ്ടിറ്റി, എനർജി, മാസ്, വെലോസിറ്റി, ഈ ഒരു 3 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്കിത് ഡിറൈവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ ഡയമെൻഷൻ ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. സ്ഥിരം ചോദിക്കുന്നതാണ്. 3 മാർക്കിൻ്റെ അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ ഒക്കെ ആയിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. Suppose that the period of oscillation of the simple pendulum depends on its mass of the bob, length and the acceleration due to gravity. Derive the expression for its time period using method of dimensions എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സിമ്പിൾ പെൻഡുലം. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് നിങ്ങൾക്ക് +2 വരുമ്പോൾ പ്രാക്ടിക്കലി ചെയ്യാനുള്ളൊരു അപ്പാരറ്റസ് ആണ് കേട്ടോ. സിമ്പിൾ പെൻഡുലം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്പാരറ്റസ് ആണിത്. സിമ്പിൾ പെൻഡുലം എന്ന് പറയുമ്പോൾ എന്താണ്? അതിലൊരു ബോബ് കാണും. ആ ബോബ് ഒരു ത്രെഡ് വെച്ച് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഒരു ത്രെഡിൻ്റെ അറ്റത്ത് ഒരു ബോബ്, ഒരു പർട്ടിക്കുലർ മാസമുള്ള ബോബ് കാണും. അപ്പോൾ എന്താണ്? നമ്മളിതിന് ഓസിലേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? ടൈം പീരീഡ്, അല്ലേ? ഓസിലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ടൈം പീരീഡ് കണ്ടുപിടിക്കാറുണ്ട്. അപ്പം നമുക്കറിയാം ഇതിന് ഓസിലേറ്റ് ചെയ്യുമ്പോൾ ആ ടൈം പീരീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെ വരാം? ഈ ബോബിൻ്റെ മാസ് വരാം, ഇല്ലേ? ബോബിന് ഒരു പർട്ടിക്കുലർ മാസ് ഉണ്ട്. ഈ മാസ് വരാം. അതുപോലെ തന്നെ ഈ ത്രെഡ് ഉണ്ടല്ലോ, അതിൻ്റെ ലെങ്ത് വരാം. അതുപോലെ മറ്റൊരു ഫാക്ടറാണ്, ദാറ്റ് ഈസ് ദ ഗ്രാവിറ്റി, ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. മനസ്സിലായല്ലോ? അപ്പോൾ അതവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് ദി സിമ്പിൾ പെൻഡുലം ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ്. എന്തിനൊക്കെയാണ്? മാസ്, അല്ലേ? ബോബിൻ്റെ മാസിനുണ്ട്, ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? T പ്രപ്പോർഷണൽ ടു എന്ന് വേണമെങ്കിൽ എഴുതാമല്ലോ. T ടൈം പീരീഡ് പ്രപ്പോർഷണൽ ആണ് എന്തിനൊക്കെ? മാസ് ഓഫ് ദി ബോബ്, ലെങ്ത് ഓഫ് ദി പെൻഡുലം, അതുപോലെ തന്നെ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡിറൈവ് ചെയ്യാനല്ലേ പറഞ്ഞിരിക്കുന്നത്? യൂസിങ് ഡയമെൻഷൻസ്, ഇല്ലേ? ടൈം പീരീഡ് ഡിറൈവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഡയമെൻഷൻസ് ഉപയോഗിച്ച് ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഡയമെൻഷൻസ് ഉപയോഗിച്ച് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? അതിന് മുന്നേ നമ്മൾ ഈ പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റുമ്പോൾ എങ്ങനെയാണ്? ഒരു കോൺസ്റ്റന്റ് കൊടുക്കണം. അപ്പോൾ K വെച്ച് കൊടുക്കാം കേട്ടോ. K×MLG നമുക്ക് എഴുതാം. അപ്പോൾ ഡയമെൻഷൻസ് ഉപയോഗിച്ച് നമുക്ക് ഡിറൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? പവേഴ്സ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യില്ല. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ പവേഴ്സ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനല്ലേ നമ്മൾ ഡയമെൻഷൻസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഈ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനും നമ്മൾ പവേഴ്സ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പോൾ ഞാൻ നോക്കിയാൽ പവേഴ്സ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ K കോൺസ്റ്റൻ്റ് ആണ്, അതിന് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഈ M ഉണ്ടല്ലോ, M-ന് ഞാനൊരു പവർ കൊടുത്തു, A എന്ന് കൊടുത്തു. L-ന് ഞാൻ B എന്ന് കൊടുത്തു. G-ക്ക് ഞാൻ C എന്നും കൊടുത്തു. പവേഴ്സ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു. മനസ്സിലായല്ലോ? ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? 2 സൈഡിൽ നമ്മൾ ഡയമെൻഷൻ എടുക്കുക. അപ്പോൾ ടൈം പീരീഡിൻ്റെ ഡയമെൻഷൻ നമ്മൾ എടുക്കുക. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു K കോൺസ്റ്റൻ്റ് അതിന് ഡയമെൻഷൻ ഇല്ല, ഇല്ലേ? ഇനി എന്താണ്? മാസിന് നമുക്കറിയാം ക്യാപിറ്റൽ M ആണ്. മനസ്സിലായല്ലോ? ദെൻ M⁻n, ലെങ്ത് ക്യാപിറ്റൽ L ആണ്, അതിന് നമുക്ക് B ആണ് വരുന്നത്. ഇനി ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ആക്സിലറേഷൻ അല്ല. അപ്പോൾ എങ്ങനെയാണ്? L⁻² എന്ന് വരും, അല്ലേ? L⁻², അതിൻ്റെ പവർ C ആയിട്ട് വരും. മനസ്സിലായല്ലോ?
ഇനി നമുക്ക് ഈ ലെഫ്റ്റ് സൈഡ് വേണമെങ്കിൽ ഇവിടെ ടി മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ m⁻0 എന്ന് എഴുതാമല്ലോ, l⁻0 എന്ന് എഴുതാം, t⁻1 എന്ന് എഴുതാമല്ലോ. 1 അല്ലേ ഇവിടെ, ടി ഇവിടെ ഉണ്ടല്ലോ, അപ്പം t⁻1 എന്ന് നമുക്ക് അവിടെ എഴുതാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എഴുതാം. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, m⁻a ഉണ്ട്, l ഇവിടെ ഒരു l⁻b ഉണ്ട്, അതായത് ഇവിടെ വരുമ്പോൾ അതാണ് ഇവിടെ ഒരു c ഉണ്ട് ഇല്ല, l⁻c ഉണ്ട്, ദെൻ ഇവിടെ t⁻2c എന്ന് വരും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതേ നോക്കി, ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് m⁻a, ഈ l നമുക്ക് എങ്ങനെ എഴുതാം, l⁻b+c ഇല്ലേ, b+c എന്ന് എഴുതാം. ഇവിടെ ലെഫ്റ്റ് സൈഡ് m⁻0 l⁻0 t⁻1 വരും, b+c വരും, t⁻2c എന്ന് വരും. ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പവേഴ്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. മനസ്സിലായല്ലോ? ഇവിടെ എമ്മിൻ്റെ പവർ a ആണ്, ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ വരും 0 വരും. അപ്പോൾ a = 0 നമുക്ക് എഴുതാമല്ലോ. മനസ്സിലായോ പറഞ്ഞത്? അതുപോലെ തന്നെ ഇവിടെ എല്ലിൻ്റെ പവർ എത്രയാണ്, b+c ആണ്. b+c = ഇവിടെ എല്ലിൻ്റെ പവർ 0 ആണ്, അത് നമ്മൾ അവിടെ എഴുതി. ഇനി അടുത്ത് നോക്കിയേ, ഇവിടെ ടിയുടെ പവർ -2c ആണ്, -2c ആണ്. ഇവിടെ ഏത് വന്നു, ടിയുടെ പവർ 1 ആണ്. അപ്പോൾ -2c = 1 എന്ന് വന്നല്ലോ. അപ്പോൾ അതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം, c = ഈ 2നെ കൊണ്ട് -1/2 വരുമല്ലോ, c = -1/2 വരും. ആ സിയുടെ വാല്യൂ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ബിയുടെ വാല്യൂ കിട്ടുമല്ലേ, അതായത് b പ്ലസ് ഈ -1/2, അതായത് b -1/2 = 0 വരും. ഓർ b = എങ്ങനെ എടുക്കാം, 1/2 നമുക്ക് എടുക്കാമല്ലോ. മനസ്സിലാവുന്നുണ്ടാ പറഞ്ഞത്? അപ്പം എയുടെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടി, എയുടെ വാല്യൂ 0 കിട്ടി, ബിയുടെ വാല്യൂ 1/2 കിട്ടി, സിയുടെ വാല്യൂ -1/2 കിട്ടി. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ ഈ പവേഴ്സ് ആണല്ലോ, ഈ പവേഴ്സ് എല്ലാം നമ്മുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ആ ഇക്വേഷനിലേക്ക് ഞങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും, t = k × m⁻, എയുടെ വാല്യൂ എത്ര വന്നു, 0 വന്നു, m⁻0. ദെൻ l⁻, ബിയുടെ വാല്യൂ എത്രയാണ്, 1/2 ഇല്ലേ. ദെൻ g⁻, സിയുടെ വാല്യൂ -1/2 എന്നും വന്നു. ക്ലിയർ ആയല്ലോ? ദെൻ t = k × m⁻0 എന്ന് വെച്ചാൽ 1 ആണ് അല്ലേ, അപ്പോൾ നമുക്ക് എഴുതേണ്ട കാര്യമില്ല. ഇനി ഈ l⁻1/2 നമുക്ക് റൂട്ടായിട്ട് എഴുതാമല്ലോ അല്ലേ, √l എന്ന് എഴുതാമല്ലോ. മനസ്സിലായല്ലോ? അതുപോലെ g⁻−1/2 ആണ്. g⁻−1/2 എന്ന് പറഞ്ഞാൽ നമുക്ക് താഴെ റൂട്ടായിട്ട് എഴുതാമല്ലോ, √g എന്ന് എഴുതാൻ മേലെ. ക്ലിയർ ആയല്ലോ? അപ്പം നമുക്ക് ഇക്വേഷൻ എങ്ങനെ വന്നു, t = k × √l/g എന്ന് വന്നു. ഇതാണ് നമ്മുടെ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ. കെ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. കെയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. വേറെ മെത്തേഡ് ഉപയോഗിച്ച് കെയുടെ വാല്യൂ കണ്ടുപിടിക്കുകയാണെങ്കിൽ അവിടെ കിട്ടുന്ന വാല്യൂ എന്ന് വെച്ചാൽ 2π ആണ് കേട്ടോ, ഒരു കോൺസ്റ്റന്റ് ആണ്. 2 × പൈയുടെ വാല്യൂ നമുക്കറിയാമല്ലോ, 3.14 ആണ്. അപ്പോൾ അതേ വാല്യൂ തന്നെയായിരിക്കും ഈ കെയുടെ കിട്ടുന്നത്. അപ്പോൾ അതും കൂടെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ എഴുതാം, t = 2π × √l/g എന്ന് എഴുതാം. മനസ്സിലായല്ലോ? √l/g, റൂട്ട് എല്ലിനും ജിക്കും ബാധകമാണ്. അപ്പോൾ ദിസ് ഈസ് ദ ഇക്വേഷൻ റെപ്രസെൻറ്റിംഗ് ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. ആണ് സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ് കേട്ടോ. t = 2π × √l/g. ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്, യൂസിങ് ഡൈമെൻഷൻ അനാലിസിസ്. ഡൈമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ചിട്ടാണ് ഇത് കണ്ടുപിടിച്ചത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഷുവറായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. ഈ ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ യൂസിങ് ഡൈമെൻഷൻ അനാലിസിസ്. ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ വേറെ ഇതും ഉണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞു, പ്രത്യേകം ശ്രദ്ധിച്ചോണം. യൂസിങ് ഡൈമെൻഷൻ അനാലിസിസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. 1-2 പ്രാവശ്യം എഴുതി വെച്ചാൽ മതി, കൂടുതലായിട്ടൊന്നും ചിന്തിക്കാനൊന്നുമില്ല. ടൈം പീരീഡ് ഡിപ്പെൻഡ് ചെയ്യുന്ന മാസിനെയും ലെങ്തിനെയും ഗ്രാവിറ്റീനെയാന്ന് പറഞ്ഞു. ഓരോന്നിൻ്റെ നമുക്കറിയാം ഡയമെൻഷൻ എടുക്കുക, ഡയമെൻഷൻ എടുക്കുമ്പോൾ പവർ വെക്കണം എന്നറിയാം. പവർ നമ്മൾ ഇക്വേറ്റ് ചെയ്യുക, ആ വാല്യൂ കിട്ടും. ആ വാല്യൂ നമ്മൾ ആ മെയിൻ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് t = 2π × √l/g. ആർക്ക് മനസ്സിലായല്ലോ? മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കാണുക കേട്ടോ, എന്നിട്ട് കൃത്യമായിട്ട് എഴുതിയും കൂടെ ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഡൈമെൻഷൻ അനാലിസിസിന്റെ മറ്റൊരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഡിറൈവ് ദ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ നമുക്ക് ഡൈമെൻഷൻസ് ഉപയോഗിച്ചിട്ട് ഡിറൈവ് ചെയ്യാം. ഓക്കെ ആണല്ലോ? നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാവേ. അവിടെ നോക്കിയത്, അവിടെ വേറൊരു ക്വസ്റ്റ്യൻ കൊണ്ട് ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി ഓഫ് മാസ് m മൂവിങ് വിത്ത് വെലോസിറ്റി. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ നമുക്കറിയാം. കൈനറ്റിക് എനർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് വരുന്നത്? മാസും വെലോസിറ്റി അല്ലേ. മാസും വെലോസിറ്റി ആണെങ്കിൽ എന്താണ്, അത് മൂവ് ചെയ്യുന്നുണ്ട്. കൈനറ്റിക് എനർജി അവിടെ ഉണ്ടാവും നമുക്ക് പറഞ്ഞു. നമുക്ക് എങ്ങനെ എഴുതാം, ഈ പ്രപ്പോർഷണൽ ടു mv എന്ന് നമുക്ക് എഴുതാമല്ലോ.
മനസ്സിലായല്ലോ. ഓർ ഇ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് കെ തന്നെ കൊടുക്കുകയാണ്, കെ ഇൻറ്റു എം ബി എന്ന് കൊടുത്തു. ഡയമെൻഷൻ്റെ കേസിൽ നമ്മൾ കൊടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും, പവർ ഇട്ട് കൊടുക്കണം. അതായത് എക്ക് എമ്മിന് എയും ബിക്ക് ഞാൻ ബിയും കൊടുത്തു. ഇനി ഡയമെൻഷൻ എടുക്കുക. ഇതിൻ്റെ ഓരോന്നിൻ്റെ എനർജിയുടെ ഡയമെൻഷൻ എടുക്കണം. കെക്ക് ഡയമെൻഷൻ ഇല്ല, ഡയമെൻഷൻ ഓഫ് എമ്മിൻ്റെ ഡയമെൻഷൻ നമ്മൾ എടുക്കണം. അതുപോലെ തന്നെ ബിയുടെ ഡയമെൻഷനും ഒക്കെ എടുക്കുക. എനർജിയുടെ ഡയമെൻഷൻ ഏതാ ഓർക്കുന്നുണ്ടോ? പഠിച്ചിരിക്കണം കേട്ടോ, കുറച്ചെണ്ണം പഠിച്ചിരിക്കണം. ml² T⁻² ആണ് കേട്ടോ എനർജിയുടെ ഡയമെൻഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതും എം വരും, ക്യാപിറ്റൽ എം വെലോസിറ്റി LT⁻⁻1 ബി എന്ന് വരും. ഇതിനെ നമുക്കൊന്നുകൂടെ എക്സ്പാൻഡ് ചെയ്യാം. m⁻A ആണ് ഇവിടെ വരും, L⁻B വരും, ദെൻ T⁻⁻B എന്നും വരും. ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതിന് മാസ് L² T⁻⁻2 ആണ്. നമ്മൾ പവേഴ്സ് നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. മാസിന്റെ പവർ നോക്കിയേ, ഇവിടെ എ ആണ്, അപ്പം എ ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും, 1 ആണ്. അപ്പം എ ഈസ് ഈക്വൽ ടു 1 എന്ന് വന്നു. ഇനി ബി ഈസ് ഈക്വൽ ടു എന്ത് വന്നു, ഇവിടെ ബി ആണ്, ഇവിടെ 2 എന്നും വന്നു. ബിയുടെ വാല്യൂ 2 എന്ന് വന്നു. മനസ്സിലായല്ലോ. അപ്പം അതിനാണ് എയും ബി യിലുള്ളൂ. ഇപ്പം ടിയുടെ കേസിൽ എടുത്തു കഴിഞ്ഞാലും ഇതുപോലെ തന്നെ, ടിയുടെ കേസ് വന്നാലും -b ആണ്, -2 ബി ഈസ് ഈക്വൽ ടു 2 എന്ന് വരും. ക്ലിയർ ആയല്ലോ. അപ്പം എയുടെയും ബിയുടെയും വാല്യൂ കിട്ടി. നമ്മുടെ ഇക്വേഷൻ ഏതാണ്, ഇ ഈസ് ഈക്വൽ ടു കെ m⁻A v⁻B ആണ്. അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് കെ ഇൻറ്റു m⁻A എന്ന് പറഞ്ഞിരിക്കുന്ന 1 ആണ്, v⁻B എന്ന് പറഞ്ഞിരിക്കുന്നത് 2 ആണ്. ഇ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു അല്ലേ, ഇ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു mb². കെ എന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലേ. ആ കോൺസ്റ്റന്റ് നമ്മൾ 1/2 ആയിട്ട് എടുക്കുന്നു. 1/2 ഇൻറ്റു mv², ഹാഫ് mv². മനസ്സിലായല്ലോ. അപ്പം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമ്മൾ ഡയമെൻഷൻസ് ഉപയോഗിച്ചിട്ട് ഡിറൈവ് ചെയ്തു. ഇങ്ങനെ ഏത് ഇക്വേഷൻ നമുക്ക് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയമെൻഷൻ ഉപയോഗിച്ച് ഡിറൈവ് ചെയ്യാൻ സാധിക്കും. പഠിക്കണം. പിന്നെയും പറയുന്നതിന് കാര്യം ഇതാണ്, ഷുവർ ക്വസ്റ്റൻ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഷുവറായിട്ടും കാണുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഈ ഡയമെൻഷൻ ഉപയോഗിച്ചിട്ട് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ അത് സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻ ഇതുമാണ്, ടൈം പീരിയഡും ആണ് കേട്ടോ. എഴുതി തന്നെ പഠിക്കുക. അപ്പോൾ ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് നമ്മൾ പഠിച്ചത്. ഏതാണ്, ഡിറൈവ് ദി ഇക്വേഷൻ യൂസിങ് ഡയമെൻഷൻ അനാലിസിസ്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 2 ആപ്ലിക്കേഷൻസ് നമ്മൾ പഠിച്ചായിരുന്നു. എന്താണ്, കറക്റ്റ്നെസ്സും അതുപോലെ തന്നെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് ഡയമെൻഷൻ അനാലിസിസ് എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എഴുതി തന്നെ പഠിക്കുക. ഇതിൻ്റെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. അതും കൂടെയൊക്കെ കാണുക കേട്ടോ. കൂടുതൽ ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് തറവാകത്തുള്ളൂ. മാക്സിമം പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. കാരണം ഫസ്റ്റ് ഇയറിൽ മാക്സിമം മാർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കണം. അപ്പോൾ എല്ലാവരും മാക്സിമം മാർക്ക് വാങ്ങിക്കണം, എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടണം. അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ നെക്സ്റ്റ് പാർട്ടുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്